Sir, how did it feel today? Just a quick word from you. नमस्कार मुंबई. गणपती बाप्पा. गणपती बाप्पा. സപ്പോർട്ട് ടിവിയുമായി ബന്ധപ്പെട്ട എഗ്രിമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷനിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യയിലേക്ക് വരാൻ കഴിയുള്ളൂ. ആണ് മെസ്സി വരുന്നില്ലെങ്കിൽ ഇന്ത്യയിലില്ല, എവിടെയില്ല. കേരളത്തിലേക്കില്ല, ബംഗാളിലും ഇല്ല, ഡൽഹിയിലും ഇല്ല. വരുന്നുണ്ടെങ്കിൽ കേരളത്തിലേക്കുണ്ട്. സത്യത്തിൽ അണ്ണനെ ആരും കുറ്റം പറയാൻ പാടില്ല കേട്ടോ. അണ്ണൻ ഉദ്ദേശിച്ച ഇന്ത്യയല്ല, നമ്മളൊക്കെ ജീവിക്കുന്ന താമസിക്കുന്നൊക്കെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ പുള്ളി ഉദ്ദേശിച്ച ഇന്ത്യയല്ല, അത് വേറെ ഇന്ത്യയാണ്. ആ ഇന്ത്യയിലോട്ട് മെസ്സി പോയിട്ടും കളിച്ചിട്ടും അല്ലെങ്കിൽ മെസ്സി കാണികളെ അഭിസംബോധന ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നമ്മളൊക്കെ ജീവിക്കുന്ന ഇന്ത്യയിൽ മെസ്സി വന്നു, ഒരു സ്ഥലത്തല്ല. മെസ്സി ഹൈദരാബാദിൽ വന്നു, മെസ്സി കൊൽക്കത്തയിൽ വന്നു, മെസ്സി മുംബൈയിൽ വന്നു. ഇവിടൊക്കെ ആളുകളെ കാണികളെ അഭിസംബോധന ചെയ്തു. പിന്നെ ഒരു മാച്ചൊന്നും നടന്നിട്ടില്ല, അത് സത്യമുള്ള കാര്യം തന്നെയാണ്. ഏതായാലും അണ്ണൻ പറഞ്ഞ പോലെ ഇന്ത്യയിലോട്ട് മെസ്സി വരാണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അണ്ണൻ്റെ ഇന്ത്യയിലോട്ട് ഇതുവരെ എത്തിയില്ല എന്നുള്ളൂ. നമ്മുടെ ഇന്ത്യയിലൊക്കെ മെസ്സി വന്നു പോയി. അപ്പം വല്ലാത്തൊരു ക്ഷീണമായോ അണ്ണനെന്ന് വെച്ചാൽ അണ്ണന് ക്ഷീണമൊന്നുമില്ല. അണ്ണൻ അടുത്ത വേറെ പുതിയ വല്ല സാധനം പിടിച്ചു വരും. നിങ്ങൾ കണ്ടോ, ഇങ്ങനത്തെ വള്ളി വേലികളൊക്കെ പിടിച്ച് വന്ന് 2 ദിവസം ചാനലിന് അങ്ങനെ മുന്നിലും കൊണ്ടുവെക്കാൻ അണ്ണനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ ലോകത്ത് വേറെ ആരും. അത് അണ്ണൻ പലവട്ടം തെളിയിച്ചതാണ്. അതിനിപ്പോൾ ഏത് തരം താന്ന ലെവലിലോട്ട് വേണമെങ്കിലും അണ്ണൻ പോകും, അണ്ണൻ്റെ ചാനലും പോകും എന്നുള്ളത് നമ്മളൊക്കെ മുമ്പിൽ വ്യക്തമായിട്ട് കണ്ട കാര്യമാണ്. ഇനി ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ മെസ്സി വന്ന സമയത്ത് കൊൽക്കത്തയിൽ നടന്നത് നമുക്കറിയാം. അതായത് സംഘാടനം വളരെ മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ മെസ്സിനെ കാണാൻ പലർക്കും പറ്റാത്തതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റേഡിയം തന്നെ അടിച്ചു പൊളിച്ചു തകർത്തു തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ വന്നതായിരുന്നു ഹൈദരാബാദിലത്തെ സ്വീകരണവും അതുപോലെ തന്നെ നമ്മുടെ ഹൈദരാബാദ് മാരും എന്താ പറയുക ഫുട്ബോളൊന്നും കളിക്കില്ല. പക്ഷേ ആ റേവന്ത് റെഡ്ഡിയുടെ ആ ഒരു ഒരു ഇതുണ്ടല്ലോ, എന്താ അതിന് പറയുക, ജാംനസ് എന്തോ അത് ഭയങ്കരമായിരുന്നു. ആ ഒരു ഗ്രേസ്, പുള്ളിയുടെ ഫുട്ബോളിനോടുള്ള ക്രേസും അത് പുള്ളി വളരെ രസകരമായിട്ടായിരുന്നു ആ ഒരു ഗ്രൗണ്ടിൽ അത് കാഴ്ചവെച്ചത്. കൂടെ ആ പ്രോഗ്രാമിലോട്ട് കൂടെ രാഹുൽ ഗാന്ധി എത്തുന്നുണ്ട്. അങ്ങനെ രാഹുൽ ഗാന്ധിയും പുള്ളിയും അതുപോലെ തന്നെ മെസ്സിയും കൂടെ ഉള്ള ആ ചില മൊമെന്റ്സ് ഒക്കെ ഭയങ്കര രസമായിരുന്നു. അവർ തമ്മിലുള്ള എന്താ പറയുക, അത് സത്യത്തിൽ നമ്മൾ ഇന്ത്യയിലോട്ടൊക്കെ മെസ്സി വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു ഫുട്ബോൾ രാജാവ് ഇന്ത്യയിലോട്ട് വരുന്നത് വലിയൊരു സംഭവം തന്നെയാണ്. അത് കൊണ്ടുവരാൻ അവർക്കൊക്കെ പറ്റുകയും ചെയ്തു നല്ല രീതിയിൽ. വെറുതെ കോടികൾ അമ്മാനമടല്ല, കോടികൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് 100-200 കോടിയുടെ കണക്ക് പറയാൻ വേണ്ടിയിട്ട് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പോൺസർ വരിക നമ്മുടെ നാട്ടിൽ. ഞാൻ നമ്മുടെ നാട്ടിലത്തെ കാര്യമാണ് പറഞ്ഞത്. അതിനെ താങ്ങി പിടിച്ചിട്ട് നമ്മുടെ ഒരു മന്ത്രി പല സ്റ്റേജുകളിൽ കയ്യടിക്ക് വേണ്ടിയിട്ട് വെറും മൊട്ട ന്യായം പറഞ്ഞിട്ട് അല്ലെ വിവരക്കേടും എന്താ പറയേണ്ടതെന്ന് അറിയില്ല മതിയൊരു സാധനം ഇറക്കി ഈ പാവപ്പെട്ട ജനങ്ങളെ വെറുതെ തള്ളി പറയുന്ന ഒരു വൃത്തികെട്ട ഒരു സ്പോൺസർഷിപ്പും അതിൻ്റെ കൂടെ തന്നെ ഒരു വൃത്തികെട്ട താങ്ങി നമ്മുടെ സർക്കാർ നടന്നത് കണ്ടപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയത്. യഥാർത്ഥ ഫാൻസിന് അത് എത്രത്തോളം ഒരു മോശം തോന്നി എന്നുള്ളത്, വെറുതെ കുറേ കോടികൾ പൊടിക്കാൻ വേണ്ടിയിട്ടുള്ളത്, അതൊന്നും അല്ലാണ്ട് ഒരു മെസ്സിയുടെ കളി കാണാൻ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യയിൽ തന്നെ വന്ന് കളിച്ചിട്ടില്ലെങ്കിലും പുള്ളിയെ ഇന്ത്യയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന് കിട്ടുന്ന അതിൻ്റെ ചിലവും അതിൻ്റെ സ്പോൺസർഷിപ്പും വേറെ, അല്ലെങ്കിൽ ഒരു കളിക്ക് കൊണ്ടുവരുന്ന സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ വേറെ തന്നെയാണ്. അതേതായാലും നമ്മുടെ മലയാളികളെ നല്ല നൈസായിട്ട് ഊക്കി പൊട്ടന്മാരാക്കി വിട്ടിട്ടുണ്ട് ഈ പറഞ്ഞ സ്പോൺസറും നമ്മുടെ സർക്കാരും, അല്ലെങ്കിൽ സർക്കാരിൻ്റെ മന്ത്രിയും, കൊടികുത്തിയ മന്ത്രിയും. ഏതായാലും ഇവനൊന്നും ഒരു 5 പൈസൻ്റെ ബോധമില്ലാന്നും തെളിയിച്ചു തന്നു. പക്ഷെ മറ്റുള്ളവർ അത് കാണിച്ചു തന്നു. ഇവിടെ വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളെ ഫിലിമിൽ സന്ദേശത്ത് പറഞ്ഞ പോലെ നമ്മുടെ സർക്കാർ വാഗ്ദാനങ്ങൾ മാത്രമല്ലേ കൊടുക്കാറുള്ളൂ, അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും വാക്കൊന്നും പാലിക്കാറില്ലല്ലോ. നമ്മൾ ടൂറ് പോകുന്നല്ലാതെ. അത് കഴിഞ്ഞിട്ട് കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത്. ഇന്നലെ മെസ്സി മുംബൈ സ്റ്റേഡിയത്തിൽ വന്നു. മുംബൈ സ്റ്റേഡിയത്തിൽ വന്നപ്പം അവിടെ നിങ്ങൾ നടന്നത് ഇതൊന്നുമല്ല.
അവിടെ ഈ സംഭവങ്ങളെയല്ല അവിടെ നിന്ന് അവിടെ അതിൽ വരെ ഒരു ദൈവികത കുത്തിക്കയറ്റാൻ നോക്കി അവിടുത്തെ CM നമ്മുടെ രവീന്ദ്ര ഫട്നാവിസിന്റെ ഒരു ക്ലിപ്പ് ഞാൻ വെച്ചിട്ട് നിങ്ങൾ കാണും. Sir, how did it feel today? Just a quick word from you. नमस्कार मुंबई. गणपती बाप्पा. गणपती बाप्पा. ഇതാണ് നമ്മുടെ സംഘി എന്ന് പറയുന്നത്. നമ്മുടെ സംഘികൾ അതല്ലെങ്കിൽ സംഘി ഭരിക്കുന്ന സ്ഥലത്തെ അവിടുത്തെ മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ആ സംഘിസം കാണിക്കും. അവിടെ അവർ വിശ്വാസവും അന്ധവിശ്വാസവും അതല്ലെങ്കിൽ ദൈവികതയും കൊണ്ടുവരും. അതല്ലെങ്കിൽ അവർക്ക് കയ്യടി കിട്ടില്ല, കൂക്കേ കിട്ടുള്ളൂ. ഒന്നുകിൽ വോട്ട് കട്ട് ജയിക്കണം, അതല്ലെങ്കിൽ വർഗീയത പറഞ്ഞ് ജയിക്കണം, അതല്ലെങ്കിൽ മുസ്ലിം ഹിന്ദു തമ്മിലടുപ്പിച്ച് ദൈവങ്ങളുടെ പേര് പറഞ്ഞിട്ട് രാമൻ്റെയും സീതയുടെയും സീതാനഗരവും രാമനഗരവും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ വാണങ്ങൾ ജയിക്കുള്ളൂ എന്നുള്ളതിനുള്ള മറ്റൊരു ആസ്പെക്റ്റിലുള്ള ഉദാഹരണം നമ്മളിപ്പോൾ കണ്ടത്. 2 വട്ടം നമസ്തേ മുംബൈ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ആളുകൾ കൂക്കി വിട്ടു. അത് ആ ആളോടുള്ള അല്ലെങ്കിൽ ആ പറഞ്ഞ CM-നോട് ആളുകളുടെ മനസ്സിലുള്ളൊരു ഇതാണ്. അതല്ലെങ്കിൽ കൈയടിച്ച് വിട്ടേനെ, അതിന് പകരം കൂക്കി വിട്ടു. അടുത്തത് ഒന്നും നോക്കിയില്ല, നേരെ എടുത്തിട്ടു ഗണപതി ബപ്പനെ. നമ്മൾ തന്നെ കേൾക്കുന്ന ഈ വീഡിയോ കണ്ട സമയം ഞാൻ തന്നെ ചിന്തിച്ചു പോയി, വേറെ അറ്റ്ലീസ്റ്റ് വെൽക്കം മെസ്സി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല, അല്ലെ ഫുട്ബോളിനെ പറ്റി എന്തെങ്കിലും സംസാരിച്ചതിന് കുഴപ്പമില്ല. അതിന് പകരം നേരെ ഗണപതി ബപ്പ. മോരിയെ പറഞ്ഞേ പറ്റൂ. വിശ്വാസികളായിപ്പോയില്ല അവിടെ ഉള്ളവർ അല്ലേ? വിശ്വാസത്തിൽ കയറി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ധവിശ്വാസി അല്ലെ അന്ധമായിട്ടുള്ള ഭക്തർ എന്ത് പറയും? വിശ്വാസം പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം മോരിയെ പറയും അവർ. അതുകൊണ്ട് തന്നെ 1 2 3 വട്ടം ഗണപതി ബപ്പനെ അങ്ങ് വിളിച്ചു. തൽക്കാലം സേഫാക്കി നമ്മുടെ തടി. ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു BJP CM വന്നു കഴിഞ്ഞാൽ അവസ്ഥ. നമ്മുടെ നാട്ടിൽ ഇനിയിപ്പം ഏതെങ്കിലും കാലത്ത് BJP ഭരിക്കുന്ന നാടായിട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞാൽ അന്ന് നമ്മുടെ കേരളവും കേരളത്തിലെ കാര്യങ്ങളൊന്നും ആവില്ല. നമ്മളന്ന് ശരണം വിളിക്കുമായിരിക്കും, നമ്മൾ വേറെ ഗണപതിനെ വിളിക്കുമായിരിക്കും. ഇതൊക്കെ തന്നെ വിളിക്കുകയുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ നാട് രാജ്യം ഇവന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ പിന്നോട്ട് പോകുന്നതിനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ അത്. പല എക്സാമ്പിൾസും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? പശുമൂത്രം കുടിച്ചിട്ടും ചാണകം കഴിച്ചിട്ടും ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ വലിയൊരു ഉദാഹരണമാണ്. അത്രയും വലിയൊരു സെലിബ്രിറ്റിനെ മുമ്പിൽ നിന്നിട്ട് ഒരു നമസ്തേ മുംബൈ പറഞ്ഞിട്ട് ഒരു വെൽക്കം മെസ്സി പറഞ്ഞിട്ട് പോലും അയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ലത് ബെസ്റ്റ് ഗണപതിനെ വിളിക്കുക. ഗണപതിനെ വിളിച്ചാൽ അടുത്ത ചിലപ്പം പുള്ളി രാമനെ വിളിച്ചു കാണും. കണ്ടില്ല ക്ലിപ്പൊന്നും. രാമൻ അല്ലെങ്കിൽ ഹനുമാനെങ്കിലും വിളിക്കും. എങ്കിലേ ഈ പറഞ്ഞ ആളുകൾ കൈയടിക്കൂ, അല്ലെങ്കിൽ എനിക്കൊക്കെ ഇത്രയൊക്കെ വിലയുള്ളൂ, ദൈവത്തിനെ പറഞ്ഞ് പിടിച്ചു നിൽക്കുക എന്നുള്ള എൻ്റെ ആ പൊളിറ്റിക്സ്, BJP പൊളിറ്റിക്സ്, സംഘപരിവാർ RSS പൊളിറ്റിക്സ് ഇതാണെന്നുള്ളത് വ്യക്തമാക്കി തരിക നമ്മുടെ മുമ്പിലോട്ട്. ഇതിൻ്റെ അപ്പുറത്തോട്ടൊന്നും അതിൽ ചിന്തിക്കാൻ പോലുമില്ല. ഇതേ സ്ഥാനത്ത് അവിടെ രാഹുൽ ഗാന്ധി വന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, രാഹുൽ ഗാന്ധി വന്ന സമയത്ത് മെസ്സിനോട് സംസാരിക്കുന്നു, അവിടെ ആളുകളോട് സംസാരിക്കുന്നു, 1-2 അവസരങ്ങൾ അവിടെ കളികൾ നടക്കുന്നു. അതിൽ നിന്ന് ആ ഒരു ക്രേസും ആ ഒരു ഇതെല്ലാം വേറെയാണ്. ആ ഗ്രേസ് വേറെ തന്നെയാണ്. ഇപ്പുറത്ത് നടക്കുന്നത് വെറും അട്ടപ്പട്ടെല്ലാം മൂഞ്ചിയ ഒരവസ്ഥയും മറ്റോട് നടക്കുന്നത് യഥാർത്ഥം. ഇതാണ് ഇന്ത്യ ഭരിച്ചു കഴിഞ്ഞാൽ, ഇവന്മാർ ഭരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യനെ ഏത് അവസ്ഥയിലോട്ട് കൊണ്ടുപോകും. ഇതിപ്പം ചെറിയൊരു എക്സാമ്പിൾ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഇവന്മാർ കാണിച്ചു കൂട്ടുന്നത്. വിശ്വാസം കയറ്റുന്നു, ദൈവങ്ങളെ കയറ്റുന്നു. വിശ്വാസികളും ദൈവങ്ങളായിട്ടുള്ള സത്യം പറഞ്ഞാൽ ഇന്ത്യയിലെ 90% ആൾക്കാരും വിശ്വാസികളാണ്. ബാക്കി കുറഞ്ഞ ശതമാനം വിശ്വാസമില്ലാത്ത ആൾക്കാരുള്ളൂ, ഏത് മതം എടുത്തു വയ്ക്കാനും. അപ്പോൾ ആ വിശ്വാസത്തിനെ പിടിച്ചു കഴിഞ്ഞാലേ നമുക്ക് നിലനിൽപ്പുള്ളൂ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഗണപതിനെ പിടിച്ചിട്ട് അവിടെ. ഇതാണ് അവസ്ഥ. അപ്പോൾ നമ്മൾ മലയാളികൾ കാത്തിരിക്കൂ, മെസ്സി ഏതെങ്കിലും കാലം ഇനി ഇവരല്ലാതെ വേറെ വല്ലവരൊക്കെ കൊണ്ടുവരുമെന്ന് നോക്കാം അല്ലേ?